എല്ലാവർക്കും വിൻഡോ കിച്ചണിലേക്ക് സ്വാഗതം. 4 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന പ്രോൺ പുലാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു പാനിൽ നെയ്യ് ചൂടാക്കിയെടുക്കാം. നെയ്യില്ലെങ്കിൽ ബട്ടർ ആയാലും മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് നെയ്യ് ചൂടാക്കിയെടുക്കേണ്ടത്. ഇതിലേക്ക് ഏലക്കായ 8 എണ്ണം, ഗ്രാമ്പൂ 8 എണ്ണം, പട്ട ഒരു 4 എണ്ണം ചെറുത്, ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. പിന്നീട് അതിലേക്ക് സവോള 3 എണ്ണം ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി കൊടുത്ത് ബ്രൗൺ നിറമായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1/2 കിലോ ചെമ്മീൻ വൃത്തിയാക്കിയത് ചേർത്ത് കൊടുക്കാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇവ കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. 5 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഇളക്കി കൊടുക്കേണ്ടത്. പിന്നീട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി 3 ടീസ്പൂൺ ചേർത്ത് ഇതിൻ്റെ ഒരു റോമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. പിന്നീട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി മുളക്, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ജീരകം 1/4 ടീസ്പൂൺ, പെരുംജീരകം 1/4 ടീസ്പൂൺ ഇവയെല്ലാം ചേർത്ത് 5 മിനിറ്റ് വീണ്ടും വഴറ്റി കൊടുക്കാം. ചെറുതായി അരിഞ്ഞെടുത്ത തക്കാളി വേണം അടുത്തതായി ചേർക്കാനായിട്ട്. ഇതൊരു 3 തക്കാളി നമുക്ക് എടുക്കാം. തക്കാളി ഉടഞ്ഞ് ചേർന്ന് എണ്ണ തെളിഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ച ബസുമതി അരി 2 കപ്പ് ചേർത്ത് കൊടുക്കാം. 5 മിനിറ്റ് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്യേണ്ടത്. പിന്നീട് ഇതെല്ലാം കൂടി ഒരു കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് തേങ്ങയുടെ 2 പാൽ 3 കപ്പും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് ആവി പോയതിന് ശേഷം കുക്കർ തുറന്ന് പ്രോൺ പുലാവ് സെർവ് ചെയ്യാവുന്നതാണ്.